ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് അരിക്കുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് ഏകദേശം 6 മണിക്കൂറോളം അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായി. അതിന് ശേഷമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ശർക്കര എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഉണ്ട ശർക്കരയുടെ 3/4% ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മളതേ അടുപ്പത്ത് വെച്ച് പയ്യെ മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ശർക്കരപ്പാനിയിൽ ചെറിയ കരടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡേർട്ട് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരിക്കകത്തേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 4-5 ഏലക്ക കൂടി ഇടാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ശർക്കര പാനി കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് 2 പാളയംകുടം പഴം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഒരു ചെറിയ തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് റണ്ണിയായി പോവാതെ നോക്കണം. അതിനുശേഷം നമുക്കിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളിട്ട് കൊടുക്കാം. എള്ളിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പിഞ്ച് എമൗണ്ട് ഓഫ് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിക്കകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്, നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3/4% ബാറ്റർ ഒഴിച്ചാൽ മതി, കാരണം ഇത് പൊങ്ങി വരുമല്ലോ നന്നായിട്ട്. എന്നിട്ട് 2 സൈഡും നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. സ്റ്റൗ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഉൾഭാഗം വേകാനുള്ള ചാൻസ് ഭയങ്കര കുറവാണേ. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.